നമ്മുടെ ലാലേട്ടൻ ഉണ്ടാക്കുന്ന രീതിയിലൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാൽ അത് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിളായിട്ടും ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോ അളവിലാണ് ഇവിടെ ചിക്കൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിലോട്ട് എടുത്തിരിക്കുന്നത് ഒരു 200 ഗ്രാം അളവിൽ ചെറിയുള്ളി, ഒരു 4-5 പച്ചമുളക്, ഒരു ചെറിയൊരു തേങ്ങയില, അതൊന്ന് ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇത്രയാണ് വേണ്ടുള്ളൂ കേട്ടോ. നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. അഡീഷണൽ ഇത് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ചെറിയുള്ളി ഒന്ന് ചതച്ച് വെച്ചതും പച്ചമുളകും കൂടി ഇട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നായി കിട്ടുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് മസാലകളൊന്നും ഇടാത്തൊരു അടിപൊളി കറിയാണ് ഇട്ടത്. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരുവിധം നന്നായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാൻ 2 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായി പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് തേങ്ങ ചതച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ ചുട്ടതാണ് കേട്ടോ, ഞാൻ തേങ്ങ ചുട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. നല്ലൊരു മണമുണ്ട് അത് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർക്കുന്നുള്ളൂ. 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ഒരു 1/4 ടീസ്പൂൺ കുറച്ച് കൂടുതൽ നിൽക്കുന്ന രീതിയിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് ഞാൻ അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ പച്ചമുളകൊന്നും മാറുന്നവരെ തിരുന്നേരുന്ന് വഴറ്റി കൊടുക്കാം. മുളക് പൊടിയുടെ അളവ് കുറവാണ്, നമ്മൾ കുരുമുളക് പൊടിയാണ് കൂടുതൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി തന്നെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ എന്തുകൊണ്ട് തിരിഞ്ഞത് കണ്ടില്ല എന്ന് വിചാരിക്കാൻ കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്, കുറേ സാധനങ്ങളൊന്നും ഇട്ട് കുത്തുന്നില്ല, പഴയ രീതിയിൽ ആ ഒരു രീതിയിലാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനിലോട്ട് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം തന്നെ ചേർത്ത് വഴറ്റി എന്നാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളിക്ക് വേണ്ടി മാത്രമേ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ ചിക്കനും കൂടി കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്ര നേരമായിട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ചിക്കനിൽ നിന്ന് ഓൾറെഡി കുറച്ച് വെള്ളം വരുമല്ലോ. അപ്പോൾ നമുക്കൊന്ന് അടച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് കുറച്ച് നേരം, 5 മിനിറ്റ് ഒന്ന് ഒരു തട്ട് വെച്ച് വെച്ച് കൊടുക്കാം. ആവറേജ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിക്കനിൻ്റെ. അപ്പോൾ പോരാ, നമ്മുടെ ചിക്കനൊന്ന് വെന്ത് വരണല്ലോ. അപ്പോൾ കുറച്ചുകൂടി ഞാൻ ഒരു 1/4 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വെള്ളം കുറച്ചുകൂടി വേണം, നല്ല ഗ്രേവിയോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിനാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഓൾറെഡി കുറച്ച് നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ്റെ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഈസി അല്ലേ? എങ്കിലും അടുത്ത് നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.